ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 28, വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാൾ ദിനം. വിശുദ്ധരിൽ വിജ്ഞൻ, വിജ്ഞരിൽ വിശുദ്ധൻ, വിനയമൂർത്തി, കത്തോലിക്ക കലാശാലകളുടെ മധ്യസ്ഥൻ എന്നൊക്കെ അറിയപ്പെടുന്ന സമാനതകളില്ലാത്ത വിശുദ്ധൻ. പ്രഭുകുമാരനായ തോമസ് 15-ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സന്യാസ സഭയിൽ ചേർന്നു. മാതാപിതാക്കളുടെ നോട്ടത്തിൽ ഈ സന്യാസ വേഷം ഒരു യാചക വേഷമായിരുന്നു. സ്വന്തം അമ്മയുടെ പ്രേരണയാൽ അമ്മയുടെ സഹോദരന്മാർ തോമസിനെ ഒരു മുറിയിൽ 2 വർഷക്കാലം പൂട്ടിയിട്ടു. മനസ്സ് മാറിയില്ല. ഒരു വേശ്യാസ്ത്രീയെ ആ മുറിയിൽ തന്നെ ഇട്ട് 2 പേരും തനിച്ചാക്കി പൂട്ടിയിട്ടു. തോമസിനെ പ്രലോഭിപ്പിക്കാൻ ആ വേശ്യയ്ക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പ്രാർത്ഥനയുടെ ശക്തിയാൽ തോമസിൻ്റെ അടുത്ത് ചെല്ലാൻ പോലും ആ സ്ത്രീക്ക് സാധിച്ചില്ല. വൈദികനായ തോമസ് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്തു. ചില നല്ല പുസ്തകങ്ങളും എഴുതി. ചില പുസ്തകങ്ങളെക്കുറിച്ച് സ്വർഗത്തിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ അശരീരിയായി തോമസിന് ശ്രവിക്കാൻ സാധിച്ചു. വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഏറെയും എഴുതിയത്. ഒരിക്കൽ തൻ്റെ വൈദിക സുഹൃത്തുക്കൾ തോമസിനോട് വിളിച്ചു പറഞ്ഞു, ഇതാ ഒരു കാള ആകാശത്തുകൂടെ പറന്നു പോകുന്നു. ഇത് കാണാൻ ആവേശപൂർവ്വം ഓടിയെത്തി ആകാശത്തേക്ക് നോക്കിയ തോമസിനെ നോക്കി എല്ലാവരും കളിയാക്കി പരിഹസിച്ചു. തോമസ് പറഞ്ഞു, ഒരു വൈദികൻ നുണ പറയും എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കാള പറക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ശാന്തത ഒരിക്കലും കൈവെടിയാത്ത വൈദികനായിരുന്നു വിശുദ്ധ തോമസ് അക്വീനാസ്. ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം ശാന്തതയാണെന്ന് തോമസ് അച്ഛൻ പറയുമായിരുന്നു. നമുക്ക് ശാന്തതയുള്ളവരാകാം. സങ്കീർത്തനം 46:10 അതല്ലേ പഠിപ്പിക്കുന്നത്? ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. നമുക്ക് ശാന്തമാകാം. ആമേൻ.